നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ഈ മോഡൽ എക്സാമിൻ്റെ മാറ്റം നമ്മൾ ഇന്നലെ തന്നെ ഇത് ആദ്യം അറിഞ്ഞപ്പോൾ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ മാറ്റത്തെക്കുറിച്ച് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ടൈം ടേബിൾ മാറ്റം ഉണ്ടാവും. ഇന്ന് ഒഫീഷ്യലി ടൈം ടേബിൾ മാറ്റിയതായിട്ട് പറഞ്ഞു. നമുക്ക് എല്ലാ വർഷവും ഉണ്ട് ഇങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വക ഒരു സമ്മാനം കുഞ്ഞുങ്ങൾക്ക്. കാരണം എന്തായാലും കുട്ടികൾക്ക് ഇച്ചിരി കഷ്ടപ്പെടുത്തും. അത് ഏതൊക്കെ രീതിയിൽ പണി വരുമെന്ന് ചോദിച്ചാൽ മതി. ഇതിപ്പം പല കുട്ടികളും ചോദിക്കുന്നത് മോഡൽ എക്സാം എഴുതണോ വേണ്ടായോ, എഴുതിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം മോഡൽ എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പാറ്റേണും നമുക്ക് അത് എഴുതാൻ നിർബന്ധമുള്ളതും അത്യാവശ്യം ആ പാറ്റേൺ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിനുവേണ്ടിയാണ് മോഡൽ എക്സാം നടത്തുന്നത്. പക്ഷേ ഇപ്പം തന്നെ ഒരുപാട് വൈകി മോഡൽ എക്സാം നടത്താൻ തന്നെ. കാര്യങ്ങൾ പറഞ്ഞു തരാം. കാരണം മോഡൽ എക്സാം നടത്തുന്നത് നേരത്തെ 16-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി തുടങ്ങി 21-ാം തീയതി തീരുമായിരുന്നു. ഏറ്റവും നല്ലതായിരുന്നു. 21-ാം തീയതി കൊണ്ടങ്ങ് തീർക്കുന്നതായിരുന്നു നല്ലത്. കാരണം പിന്നെ ഒരു 7 ദിവസം കിട്ടും ഫെബ്രുവരി, പിന്നെ 4-5 ദിവസം കിട്ടും മാർച്ചിൽ പബ്ലിക് എക്സാമായി. ഇത്രയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മോഡൽ എക്സാം കഴിഞ്ഞാലേ കുട്ടികൾ നന്നായിട്ട് പഠിക്കത്തുള്ളൂ. മോഡൽ എക്സാമിന് വേണ്ടി പഠിക്കുന്നതല്ല. കാരണം ഓൾറെഡി പ്രാക്ടിക്കൽസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്കൂളിലും. അത് തീരുമ്പം പലയിടത്തും 10, 12, 13 ഒക്കെ ആവും. പിന്നെ പെട്ടെന്ന് മോഡൽ എക്സാം. ഈ മോഡൽ എക്സാമിന് വേണ്ടി ഇത്രയും ദിവസം കളഞ്ഞത് വേസ്റ്റാണ്. നിങ്ങൾ കമന്റ് ഇട്ടേക്കുക. 100% ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ പറയുന്നു. ഇത്രയും വലിയ മണ്ടത്തരം കാണി 3 ദിവസം കൊണ്ട് അടിച്ച് തീർക്കണമായിരുന്നു മോഡൽ എക്സാം ഉറപ്പായിട്ട്. ഇനി മറ്റൊരു കാര്യം, ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് പല സ്കൂളുകളിലും ഫെയർവെൽ, സെൻഡ് ഓഫ്, പിന്നെ പല ട്യൂഷൻ സെന്ററുകളിലും ഇതെല്ലാം കുട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേന് എപ്പോൾ പഠിക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും കുട്ടികൾ പരീക്ഷ എഴുതുക, ഏതൊക്കെ രീതിയിലാണെങ്കിലും പരീക്ഷ എഴുതിക്കണം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തും. പക്ഷേ ഇത് മോശമായ രീതിയാണ്. എന്തായാലും മോഡൽ എക്സാം എഴുതണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ ഉറപ്പായിട്ട് നമ്മൾ എഴുതുന്നത് നല്ലതാണ്. നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നതിനെക്കാട്ട് ഭേദം അവിടെ പോയി കൃത്യമായിട്ട് എഴുതുന്നതാണ്. പിന്നെ മോഡൽ എക്സാമിന് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്തായാലും നല്ലപോലെ പഠിക്കുക. എന്ത് പ്രതിസന്ധികളുണ്ടായാലും തളരരുത്. നമ്മൾ മുന്നോട്ട് പോവുക. നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.